അപ്പം ഇനി പ്രധാനപ്പെട്ട കാര്യം പറയാൻ ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ ഈ പറയാൻ പോകുന്ന ലഹരി വസ്തുവിൻ്റെ പേരാണ് MDMA. എന്താണ്? കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട്. പണ്ടൊന്നും ആരും കേട്ടിട്ടൊന്നുമില്ല. 1917 തൃശ്ശൂർ ജില്ലയിൽ ആദ്യത്തെ MDMA കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അല്ലേ? ഒരു ആന്ധ്ര സ്വദേശി കൈവശം വെച്ച് തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാസർഗോഡ് ജില്ല, പിന്നെ കാസർഗോഡ് ജില്ല ഇപ്പോൾ പെരുമഴയുടെ ജില്ലയായി മാറിയിട്ടുണ്ട്. MDMAയുടെ കാര്യത്തിൽ അതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. കാസർഗോഡ് അവിടെ ലൈവ് പോവാം അല്ലേ? കുഴപ്പമില്ല. കാസർഗോഡ് മോശമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രണ്ടാം ജില്ല എറണാകുളം ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ ശരിക്കും MDMA? സഹോദരിമാരെ, എന്താ ശരിക്കും MDMA? എന്താ MDMA ഉപയോഗിച്ചിട്ട് ഒരു മകൻ വീട്ടിലേക്ക് കയറി വന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. മദ്യപിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. അല്ല കുഞ്ഞുങ്ങളാട്ടോ ഇല്ലേ? മട്ടിക്കരാണ്. സിഗരറ്റ് വലിച്ചിട്ടൊരു മകൻ വീട്ടിലോട്ട് കയറി വന്ന് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. മണക്കും അല്ലേ? മദ്യപിച്ചിട്ട് കയറി വന്ന് എങ്ങനെ വരും? വെച്ചിട്ട് ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വരും. MDMA ഉപയോഗിച്ചിട്ട് വന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം മുഖത്തിനും രൂപത്തിനും ശരീരത്തിനും സംസാരത്തിനും ഒരു വ്യതിചലനങ്ങളൊന്നുമില്ല. പക്ഷെ എങ്ങനെ അവനെ തിരിച്ചറിയുക? അപ്പം MDMA നല്ല സേഫായ ഡ്രഗാണോ? അല്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടിരിക്കുന്ന ആറ്റം ബോംബിനേക്കാൾ പ്രകരശേഷിയുണ്ട് MDMAക്ക്. മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ പദാർത്ഥത്തിന് മനുഷ്യ മസ്തിഷ്കങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ചിത്തഭ്രമത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിസ്ഫോടനാത്മകമായ ചിന്തയിലേക്ക് മനുഷ്യന്റെ ബോധത്തെയും ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്ന 29 തന്മാത്രകളുടെ കൂടിച്ചേരലാണ് MDMA, മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. 11 കാർബൺ, 15 ഹീലിയം, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ അടങ്ങുന്ന 29 ആറ്റങ്ങളുടെ കൂടിച്ചേരൽ. ശരിക്കും എന്തിനാ ഈ ഡ്രഗ് കണ്ടുപിടിച്ചെന്തിനാ? എന്തിനാണ് ലോകം ഈ ഡ്രഗ് കണ്ടുപിടിച്ച്? ആര് കണ്ടുപിടിച്ചു? എന്തിന് കണ്ടുപിടിച്ചു? എന്ന് കണ്ടുപിടിച്ചു? എന്ന് കേരളത്തിലെത്തി? ആര് കൊണ്ടുവന്നു? എങ്ങനെ നിർത്താൻ പറ്റും? എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? എങ്ങനെ നമ്മുടെ നാട് ലഹരിമുക്തമാക്കാൻ പറ്റും? ശരാശരി ഒരു വീട്ടമ്മയുടെ ചോദ്യമാണ്. ശരാശരി ഒരു സഹോദരൻ്റെ ചിന്തയാണ്. 1912 ജർമ്മനി എന്ന് പറയുന്ന മഹാരാജ്യത്ത് മെർക്ക് എന്ന് പറയപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന 41 വയസ്സുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ കെമിക്കൽ ലാബിൽ ഇതിൽ വിരിഞ്ഞ ലോകം അത്ഭുതത്തോടുകൂടി, അന്ന് 1912 141 രാജ്യമുണ്ടായിരുന്നുള്ളൂ. അന്ന് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട ഏറ്റവും മനോഹരമായ 2 നൊബേൽ പുരസ്കാരവും 12 പേറ്റന്റുകളും നേടിയെടുത്ത ഏറ്റവും മനോഹരമെന്ന് വിശേഷിക്കപ്പെട്ട ശരീരത്തിനകത്ത് രക്തത്തിൻ്റെ ഒഴുക്കിനെ പ്രിവെന്റ് ചെയ്യാൻ, വേദന ഇല്ലാതാക്കാൻ മാനവരാശി കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന ഈ ഡ്രഗിൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ 1912 നിന്ന് 1960 എത്തിയപ്പം അമേരിക്ക പോലെ വികസിത രാജ്യങ്ങളിലും ക്രൊയേഷ്യ, ഹംഗറി, സ്വീഡൻ, ജർമ്മനി, അങ്ങനെ ചെക്കോസ്ലോവാക്യ രാജ്യങ്ങളിലേക്കൊക്കെ ഈ സാധനം എത്തിയപ്പം അവിടെയുള്ള ചില കൊബിദ്ദികൾ, ചില കെമിസ്റ്റുകളും ഇതിനെ ഒന്ന് കെമിക്കലി സിന്തസൈസ് ചെയ്തു. എങ്ങനെ? മറ്റൊരു ആംബിറ്റേഷൻ എന്നത്തെ ആഡ് ചെയ്തു. അങ്ങനെ അവൻ്റെ രൂപത്തിനെയും ഭാവത്തിനെയും ഘടനകളെയൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ മെത്ത്, കൂൾ, ക്ലാറ, കോൾബർ, വൈറ്റ് മെല്ല് എന്ന് പറഞ്ഞ 16 പേരുകൾ ഇനി സാധനം അറിയപ്പെടുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചും വ്യതിയാനത്തിനനുസരിച്ചും ഈ സാധനത്തിൻ്റെ രൂപഭാവങ്ങളിൽ പേസ്റ്റ് രൂപത്തിലും പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ക്രിസ്റ്റൽ രൂപത്തിലും എല്ലാം ഈ സാധനം കിട്ടുന്നുണ്ട്. എക്സ്പെഷ്യലി കേരളത്തിൽ കിട്ടുന്നത് ക്രിസ്റ്റൽ രൂപത്തിലാണ്. ഇതിൻ്റെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ സാധനം എന്ന് പറയപ്പെടുന്നത് ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണുകൾക്കോ അല്ലെങ്കിൽ സംസാരത്തിനോ ശരീരത്തിൻ്റെ താളത്തിനോ ബോഡി ലാംഗ്വേജിലോ ഒരു ചേഞ്ചും ഇതിനകത്ത് കാണില്ല. ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും ഈ സാധനം കിട്ടാതെ വരുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. നല്ല ഒരു ഗ്രാമിന് 5000-ഓളം വില വരുന്നുണ്ട്. സാധനം ഉപയോഗിക്കുന്നത് ഡയറക്റ്റായിട്ട് സിഗരറ്റിലൂടെ അല്ല ഉപയോഗിക്കുന്നത്. മൊബൈൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള നല്ല ഒരു വൃത്തിയായിട്ടുള്ള നല്ല ഒരു പ്രതലമാണ് ഇതിന് വേണ്ടത്. ആ പ്രതലം ഉപയോഗിക്കുന്ന കാര്യം പഠിപ്പിച്ചു തരികയല്ലോ കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. ഇനി ഇതിന് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് വീഡിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന ബിരുദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ദുർവ്യാഖ്യാനല്ല. ഈ സാധനം എന്ന് പറയുന്നത് സർവർക്കും അറിയാം. പക്ഷേ അറിയുന്ന കൂട്ടത്തിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം കാണിച്ചു തരാം. അതൊന്ന് കണ്ടോണം എന്താണെന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ്. അതിൻ്റെ ഇടയിലാണ് ഒരു കോളും വന്ന്. കുഴപ്പമില്ല. ഇതേപോലെ മൊബൈൽ ഫോണിൻ്റെ മുഖത്ത് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ തള്ളവരൻ്റെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗ് ഉണ്ടാവും. നമ്മൾ ഈ അച്ചാർ കണ്ടില്ലേ, പുളി അച്ചാർ, എന്താ അതിൻ്റെ പേര്? ചെറിയ പുളി അച്ചാർ കറുത്തിട്ട് ഇല്ലേ മക്കളെ? കണ്ടിട്ടില്ലേ? എന്ത്
അത് അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. അത് വെളുത്തിട്ടായിരിക്കും. അതിൻ്റെ വില എത്രയാണെന്ന് അറിയാം? 5000 രൂപയാണ്. എത്രയാ? 5000. ഒരു ഗ്രാമിൻ്റെ വിലയാ 3000 തൊട്ട് 4000 രൂപ വില വരുന്നുണ്ട് ഈ സാധനം. ഇപ്പം അതിനകത്തേക്ക് മെത്തലിയം ഡയോക്സി മെത്താഫിറ്റമിൻ ഇല്ലാതൊക്കെ വരുന്നുണ്ട്, ഈ സാധനം വരുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേട്ടണം. ഫസ്റ്റ് ക്വാളിറ്റി ആകെ കുറേ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ വലിയൊരു കെമിക്കൽ അതിനൊന്നും പഠിക്കാതെ. അപ്പം ഇങ്ങനെ ഈ സാധനം ഇതിൻ്റെ പുറത്ത് ഇട്ടതിന് ശേഷം പൊട്ടിച്ചിടും. ഇത് ഇടുന്നതൊക്കെ പോലെ വീഡിയോ ഉണ്ട്, ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുക്കാറുണ്ട്. അത് വിടുമ്പോൾ ഒക്കെ കാണണേ, ഇത് പൊട്ടിക്കുന്നവർ 2-3 പേരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് പൊട്ടിക്കുമ്പോൾ കാണാം എടാ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പിടിക്കും, നിലത്ത് പോകാതൊക്കെ. അങ്ങനെ ഉറ്റി നോക്കി നിൽക്കും ഇങ്ങനെ. അതിന് മുകളിൽ ഇങ്ങനെ ഇടും. ഇട്ടതിന് ശേഷം ATM കാർഡ് ക്ഷമിക്കണം, ഈ സാധനം പൊട്ടിച്ചിടുന്നതിന് മുമ്പ് നോട്ട് തന്നെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് പറയുന്നതിലൂടെ ചിലവർക്ക് ഇതെങ്ങനെയാണ് ഇതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ട. ചില നോട്ടുകളുടെ നടുക്ക് ഇങ്ങനത്തെ ചില ലൈൻ ഉണ്ടോ നോക്കണം. നോട്ട് ഇങ്ങനത്തെ പുതിയ നോട്ടായിരിക്കും. ആ നോട്ട് ഇങ്ങനൊരു വരയുണ്ടോ നോട്ടിന്. ഈ നോട്ട് ഇങ്ങനെ ആക്കി മാറ്റും. ഇതിനകത്തേക്ക് ഈ സാധനം പൊട്ടിച്ചിടും. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ പിടിക്കും. ഈ സാധനം പിടിച്ചേ, ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് പിടിക്കും കയ്യിൽ. അപ്പൊ എന്താ, ഇതിനകത്ത് ഈ സാധനം ഉണ്ട്, ഇരിപ്പുണ്ട്. ഇതിനകത്ത് 1 ഗ്രാം സാധനമുണ്ട്. 5-6 പേരും ഉണ്ട് അപ്പുറത്തെ. ATM കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെ ഇവനോട് പൊടിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആക്കി ഇങ്ങനെ പൊടിക്കും. ഇവന്മാർ ബിരുദന്മാരാട്ടോ, അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി ശേഷം ഇത് പതുക്കെ ഇവിടെ വെക്കും. എന്നതിന് ശേഷം ഈ സാധനം പതുക്കെ എടുത്തിട്ട് ഇതിന് പുറത്ത് ഇങ്ങനെ ഒരു ലൈൻ ഇടും, ഒറ്റ ലൈൻ സാധനം ഇടും. എന്നതിന് ശേഷം ഈ സാധനം ഒരാളെ കൈ കൊടുക്കും. അയാളത് പതുക്കെ ഇങ്ങനെ തുറന്നിട്ട് അയാൾ അതിനെ പതുക്കെ ഒരു പൈപ്പാക്കി മാറ്റും, ഒരു മൂക്കിൽ വെക്കുന്ന പൈപ്പാക്കി മാറ്റും ഇങ്ങനെ. അപ്പോൾ ഈ സാധനം മറ്റാളുടെ കയ്യിലായിരിക്കണേ. വേറെ ആൾ ATM കാർഡ് വീണ്ടും എടുത്ത് കൊടുക്കും. കൊടുത്ത ശേഷം ഈ ഒറ്റ ലൈനിനെ 5 പേരാണെങ്കിൽ ഈ ഒരു ലൈനെ 5 ലൈനാക്കി മാറ്റും, 5 ഭാഗങ്ങളാക്കി മാറ്റും. ഓരോരുത്തർക്കും ഓരോ ലൈൻ. അങ്ങനെ ഈ സാധനം ഒരാൾ മൂക്കിൽ വയ്ക്കും, ഒരു മൂക്ക് അടച്ചു പിടിക്കും, ഒരു ലൈൻ ഒരാൾ വലിച്ചെടുക്കും. ഇതാണ് ഇതിൻ്റെ രീതി. അങ്ങനെ 5 പേരും കൂടെ ഈ 5 ലൈനെ വലിച്ചെടുക്കും. അങ്ങനെ 5000 രൂപ 5 ആൾ മൂക്കിലൂടെ അകത്തേക്ക് പോകും. അപ്പം കഴിഞ്ഞു. ഈ സാധനം അകത്തേക്ക് ചെന്നാൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റമൊന്നുമില്ല. സിഗരറ്റ് ആണെങ്കിൽ മണം ഉണ്ടാവും, അല്ലെങ്കിൽ കയറുണ്ടാവും, പല്ലാത്ത കയറൊക്കെ കാണാൻ പറ്റും, മദ്യവെച്ചാൽ ആടാൻ പറ്റും, സ്മെല്ലിൻ്റെ അതൊക്കെ ഉണ്ടാവും. ഈ സാധനം അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ 4-5 പ്രാവശ്യം ഉപയോഗിക്കുമ്പം ഈ സാധനം കിട്ടാതെ വരുമ്പം ഒരുപക്ഷെ നമ്മൾ മക്കളെ ഒന്ന് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് അവരെ പുറകെ നടന്ന് അവർ നമ്മളെ ഫോളോ ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മുടെ സാന്നിധ്യം അവർ മാറ്റി നിർത്തപ്പെടും. കാര്യം അവർക്കത് വാങ്ങണം, ഇത് ഉപയോഗിക്കണം, അതിനൊക്കെ സ്പേസ് വേണം, പണം വേണം, കൂട്ടുകാരെ വിളിക്കണം, ഇത് കണ്ടെത്തണം. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരം കുട്ടികൾ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ സമയം കഴിയുമ്പം വിഡ്രോൾ സിംറ്റം കാണിക്കും, അവർ അടങ്ങിയിരിക്കില്ല. അപ്പോഴായിരിക്കും അവരുടെ രീതികളൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നതൊക്കെ. അപ്പം വീടുകളിൽ സാധാരണ നമ്മൾ ഇവരെ കണ്ടുവരുന്ന മക്കൾ രാത്രിയൊക്കെ ഉറങ്ങാതെ ഇരിക്കും, നേരം വിളിക്കുന്നവരെ ലൈറ്റ് ഇട്ടിരിക്കും, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും, കുളിക്കില്ല, നനയ്ക്കില്ല, മുടി വെട്ടില്ല, നഖം വെട്ടില്ല, അവർ വണ്ടികളൊന്നും കഴുകൂല, അവർ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊന്നും വിരിച്ച് വെക്കൂല. ആദ്യത്തെ പോലെയല്ല, അവൻ നല്ല വർത്താനം പറയുന്നില്ല, ദേഷ്യമാണ്, തൊട്ടാലും പിടിച്ചാലൊക്കെ ദേഷ്യം, ഉമ്മയോട് ദേഷ്യം, ഉപ്പയോട് ദേഷ്യം. അവനോട് ദൈനംദിന ജീവിതത്തിനകത്തെ പ്രാഥമിക കർമ്മങ്ങളെക്കുറിച്ച് ഒരു തരത്തിലും പറഞ്ഞാൽ ഇത്തരം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. നിരന്തരമായി കേൾക്കുന്ന ചില ഉപദേശങ്ങളെ ശക്തിയുക്തമായി തിരസ്കരിക്കാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ ചില രീതികൾ മാറ്റം വന്നിട്ടുണ്ടാവും, ഉറക്കത്തിൻ്റെ രീതികൾ പാടെ മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങളെയും സ്വന്തം സഹോദരി, അനിയത്തിക്കുട്ടി, വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സുകൾ അല്ല വീട്ടിലെന്തെങ്കിലും ക്യാറ്റ് ഇതിനോടൊന്നും കളിക്കുന്നതൊക്കെ നിർത്തും, പാടെ നിർത്തും, ഒന്നും തൊടാതെയോ നോക്കാതെയോ തീർത്തും ഒറ്റപ്പെട്ട് പോകും. അസമയങ്ങൾ ഏതെങ്കിലും വണ്ടികളോ കാറോ വീടിന് മുറ്റത്ത് വരും, അവരുടെ കൂടെ യാത്ര ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ വരുമ്പം ശ്രദ്ധിക്കണം, അത്രയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. അവരുടെ മുറികൾ പരിശോധിക്കണം. എങ്ങനെ മുറി പരിശോധിക്കും? പണ്ടൊക്കെ പറയും മാസം ഒരിക്കലെങ്കിലും മക്കളെ മുറി പരിശോധിക്കും. മാസത്തിലല്ല, ആഴ്ചയിലല്ല, ദിവസത്തിലല്ല, ദിവസം 2 പ്രാവശ്യം നോക്കണം. ദിവസം 2 പ്രാവശ്യം മക്കളെ മുറി പരിശോധിക്കണം. നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട ആരാന്നറിയാമോ? നിങ്ങൾ മക്കളെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ആരാ? നിങ്ങൾ മക്കളെയാണ്. ഏതെങ്കിലും മകൻ നിങ്ങളോട് പറയാം, ഉപ്പ അന്ന് ഞാൻ സിഗരറ്റ് വലിച്ചു നോക്കിയപ്പോൾ തുമ്മിയിട്ട് ഉപ്പാ പറയണ്ട. ഏതായാലും മോൻ ഒന്ന് പറയുമോ, അമ്മ ഒന്ന് അൻസ് വെച്ച് നോക്കിയപ്പോൾ ചൂണ്ടിൻ്റെ അടിയിൽ വേർത്തിട്ട് ആകെ പൊള്ളി ഞാൻ വെക്കൂല പറയോ? ഇല്ല. കാര്യം എന്താ? ഉപ്പയ്ക്ക് ഉമ്മയുടെ ഹൃദയം തകർന്നു പോകുന്നറിയാം. ലഹരി പദാർത്ഥങ്ങൾ, ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ അവരുപയോഗിച്ച് എന്ന് അവൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു പോകുമെന്ന് മക്കൾക്കറിയാം. അവൻ വേറെന്തും പറയും, ഇത് രണ്ടും അവൻ പറയില്ല.
അപ്പോൾ അതുകൊണ്ട് മക്കളുടെ ഇന്നിൻ്റെ രീതി എന്ന് പറയപ്പെടുന്നത് അത്ഭുതകരമായ രീതികളാണ്. ഇന്ന് ശ്രദ്ധിച്ചോളം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 7, 8, 9 വരെയും 10-ലെത്തിയപ്പോഴാണ് ലോകം അറിഞ്ഞത്. ഒരു മുഖ്യധാര ചാനലിലൂടെ അവൾ വിളിച്ചു പറഞ്ഞു. കാര്യം 7ാം ക്ലാസ്സിൽ പഠിക്കും അമ്മയുടെ ഫോണിലൂടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി 20 ഗ്രൂപ്പിനുണ്ടാക്കി 7ാം ക്ലാസ് തൊട്ട് ലഹരി ഉപയോഗിക്കുന്ന കുട്ടി 9 എത്തി. അവളെ മേത്ത് മൊത്തം കൈ മുറിവുകൾ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സംശയവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴേ തിരിച്ചറിഞ്ഞു. അങ്ങനെ എത്രയോ കുട്ടികൾ, ഏകദേശം 14,000-ഓളം വരുന്ന 16-18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. അവർ ഊരും പേരുന്ന് പുറത്തു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ ഉപയോഗിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള കേസുകൾ എടുക്കുമ്പോഴൊക്കെ നിയമ നടപടികൾ, അവരുടെ ബാലസംരക്ഷണ അവകാശം, അത്തരം ഒരുപാട് നിയമ സംഹിതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ പലതും പ്രോപ്പർ ചാനലിലേക്ക് എത്തിക്കാനും നിയമ സംവിധാനത്തിന് പറ്റാതെ പോകുന്ന ഒരു വലിയ ദുരന്തത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ കയറി പിടിക്കുന്നത്, കുട്ടികളെ തിരഞ്ഞെടുക്കാൻ കാരണം ഇതിൻ്റെ പിന്നിൽ ഇതാണ്. അതുകൊണ്ട് മക്കളെ നോക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗം മാത്രമല്ല, എക്സൈസിൻ്റെ ഭാഗം മാത്രമല്ല, ഇവിടുത്തെ മഹിളൻ്റെയോ അധ്യാപനം മാത്രമല്ല. അതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, ഹു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, നോ ഡൗട്ട് നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറയുന്ന ആരാ? പേരൻസ് എന്നല്ല പറഞ്ഞേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓൾ ആർ ഈക്വൽ റെസ്പോൺസിബിലിറ്റി. നടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും കൊല്ലത്തിലോ അല്ല നമ്മളീ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തെ ബസ് സ്റ്റാൻഡിലോ തൂണിലോ അല്ലെങ്കിൽ മൂത്രപ്പുരയുടെ പിന്നിലോ പുഴക്കരയിലോ നദിക്കര തെങ്ങിൻ തോട്ടത്തിലോ എവിടെയെങ്കിലും പറക്കമുറ്റാത്ത കുട്ടികൾ, കുരുത്തം കെട്ടവൻ തലതെറിച്ചവൻ താന്തോന്നി വിശേഷിക്കുന്ന മക്കള് ഇങ്ങനെ വെക്കുകയോ വലിക്കുകയോ ഒക്കെ കണ്ടാൽ പോകണം, അടുത്ത് പോകണം. അല്ലെങ്കിൽ ഫോണിലൂടെ വിളിക്കണം, കൂട്ടുകാരെ വിളിക്കണം. എടാ നീയും കൂടെ കൊണ്ട് പോകാം, 2 ചെറുക്കന്മാർ ഇവിടെയുണ്ട്, വഴക്കും കാര്യമൊന്നും പറയണം, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയണം. മോനെ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ്, അധ്യാപകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പറഞ്ഞ് അവരുടെ അടുത്ത് പോയി എന്താ പേരെന്നൊക്കെ ചോദിച്ച് അവരുടെ ശരീരത്തെ നിങ്ങളൊന്ന് കൈതൊട്ടാം. മക്കളെ കൃത്യം 5 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് നിസ്കാരം പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണ സമയമായി. അപ്പം ഇത്രയേ ഉള്ളൂ. ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് നമ്മുടെ അയൽപക്കങ്ങളിൽ, നാടുകളിലും, കുഴിയിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മൾ ഇടപെടണം. ഇടപെടുമ്പോഴാണ് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മുടെ സ്വന്തങ്ങളും ബന്ധങ്ങളും കയറി ഇടപെടും. നമ്മൾ കണ്ടിട്ടും കാണാതെ പോയാൽ നമ്മുടെ നാടിൻ്റെ ദുരന്തമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നാട്ടിൽ പോലീസോ എക്സൈസോ പിടിച്ചാൽ അത് ഈ മഹലിൻ്റെ ദുരന്തമാണ്. നമ്മുടെ അയൽപക്കത്തൊരു കുട്ടിയെ പോലീസ് എക്സൈസ് പിടിച്ചാൽ നമ്മുടെ അയൽപക്കത്തിൻ്റെ ദുരന്തമാണ്. നമ്മൾ കാണാതിരുന്നതിൻ്റെ ഫലമായി കേൾക്കാതിരുന്ന ഫലമാണ്. കേൾക്കാത്ത കാതുകളും കാണാത്ത കണ്ണുകളുമാണ് ഈ നാടിൻ്റെ ദുരന്തം. മറന്നു പോകരുതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന മക്കളോട്, ചെറിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെ വേദനിപ്പിച്ചാലും, ആരെ നിങ്ങൾ സങ്കടപ്പെടുത്തിയാലും 2 പേരെ സങ്കടപ്പെടുത്തരുത്. ആരെയാ? ഉമ്മാനെ ഉപ്പാനെ. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഉമ്മനെ ഉപ്പനെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു, ഈ ഉപ്പമാരൊക്കെ ഹൃദയം പൊട്ടി മരിക്കുകയാണ്. ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ഭാരതത്തിലെ ശരാശരി അച്ഛന്മാരോട് മക്കൾ കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല, വർത്തമാനം പറയുന്നില്ല, അവരെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്മാരൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവരെ സങ്കടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും പരാധീനങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം ഉപ്പമാർ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ആരോടും ഒരു പറയുന്നില്ല. കാരണം അവരെ ഒരു
യന്ത്രവൽകൃത അല്ലെങ്കിൽ ATM മെഷീനായിട്ട് മാത്രം ഉപ്പമാരെയൊക്കെ കാണുന്ന ഒരു മക്കൾ സംസ്കാരം ഇവിടെ നിലനിന്ന് വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ മാത്രം നടത്തി കൊടുക്കുക. ഉമ്മ പിന്നെ എപ്പോഴും വർത്താനം പറഞ്ഞു, ഉമ്മ നിങ്ങളോട് എപ്പോഴും ഉപമ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും അല്ലെ പറഞ്ഞാൽ കേൾക്കാൻ വരുമ്പോൾ ഉമ്മ കുറേ കരയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മ കരയും. അങ്ങനെ ഉമ്മ ഇമോഷൻസിനെ കരഞ്ഞു തീർക്കുന്നവളാണ് ഉമ്മ. അതുകൊണ്ട് ഒരു ഒറ്റ ഉമ്മമാർ ഹൃദയം പൊട്ടി മരിക്കാറില്ല. മരിക്കണമൊക്കെ ഉപ്പമാരെ മരിക്കണേ, അറ്റാക്ക് ഒന്നും മരിക്കണേ കേട്ടോ, ഉമ്മമാരൊന്നും മരിക്കൂല. അതുകൊണ്ട് ഈ ഉപ്പമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് കേട്ടോ. ഉപ്പമാരോട് കമ്മിറ്റ് ആയിരിക്കുക. ഉപ്പമാർ എന്ന് പറയുന്നത് ശരിക്കും നമ്മളോടൊന്നും വല്ലാതെ ഹൃദയം തുറന്ന് പറയുന്നവരല്ല. നിങ്ങളെ പെൺകുഞ്ഞുങ്ങളൊക്കെ നിങ്ങളെ കല്യാണം കഴിച്ച് വിടുമ്പോഴേ പോയാപ്പൻ്റെ കൂടെ നിങ്ങൾ പോട്ടട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആക്കി പോകുമ്പോഴേ നിങ്ങൾ പോകും. പക്ഷെ ഉപ്പ നിങ്ങളില്ലാത്ത വീട്ടിൽ ഉപ്പ ഹൃദയം പൊട്ടി മരിക്കും ആ മനുഷ്യൻ. പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്ന ഉപ്പമാരൊക്കെ സങ്കടപ്പെടുക. ഞാൻ എല്ലാ വേദികളിലും മക്കളോട് പറയുന്നൊരു കാര്യമാണ്, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത്. അവരാണ് ഇന്നിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു ആയത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ 25-ാമത്തെ ആയത്താണ് വാ ലാ തക്കില്ലഹുമ ഉഫിൻ എന്ന് പറയുന്ന ആയത്ത്. ജീവിതത്തിൽ മാതാപിതാക്കളുടെ കാലിച്ചുവിട്ട് സ്വർഗമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതെന്നാണ് ഈ 25-ാമത്തെ ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാം മറന്നു പോകുന്നുണ്ട് ജീവിതത്തിനകത്ത്. എൻ്റെ അമ്മയുണ്ട്, മേരിക്കുട്ടി ഒരു ഭാഗം കഴിഞ്ഞു പോയതാണ്. അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, നടക്കില്ലെന്നൊക്കെ പറയും. ഇപ്പം അമ്മ നടക്കും, കൈയും കാലക്കിനെ വിറയ്ക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ശമ്പളം കിട്ടും എല്ലാ മാസം 5000 റുപ്യ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കും എല്ലാ മാസവും. ഈ 5000 റുപ്യ കൊടുക്കുന്ന ചില മാസം അമ്മ ഇങ്ങനെ പൈസ എണ്ണുമ്പോൾ അമ്മയ്ക്ക് 5000 റുപ്യ എണ്ണണമെങ്കിൽ കുറേ സമയം വേണം പൈസ എണ്ണി തീരണമെങ്കിൽ. കാരണം അമ്മയ്ക്ക് കൈ ഇങ്ങനെ വിറയ്ക്കണോണ്ടെങ്കിൽ. അപ്പോൾ ചില മാസം ഞാൻ 5500 റുപ്യ വെച്ച് കൊടുക്കും. അതിനകത്ത് ഈ 5500 വെച്ച് കൊടുക്കുന്ന മാസത്തിൽ അമ്മ രസമാണ്, അമ്മയ്ക്ക് 1 മണിക്കൂറൊന്നും പോരാ ഇത് എണ്ണി തീരണമെങ്കിൽ. കാര്യം 500 റുപ്യ കൂടുതലുണ്ടല്ലോ. അവസാനം അമ്മ 2 കയ്യിൽ പൈസ ആയിട്ട് പറയും, മക്കളെ 500 രൂപ കൂടുതലുണ്ടെന്ന് പറയും. ഞാൻ സന്തോഷമായിട്ട് വാങ്ങുക, പൈസ ആണോ അമ്മ എന്നൊക്കെ പറയും. ചില മാസം 4500 റുപ്യ കൊടുക്കുകയുള്ളൂ. ഈ 4500 രൂപ കൊടുക്കണേ ഒരു മാസം പോലും അമ്മ പറഞ്ഞിട്ടില്ല 500 റുപ്യ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അമ്മമാർ, അതാണ് അമ്മ. അങ്ങനെയുള്ള അമ്മമാരെ, അങ്ങനെയുള്ള ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മങ്ങളാണ് ആ പാവങ്ങൾ. അത് നിങ്ങളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിൻ്റെ പേരാണ് ഉമ്മ. ആ ഉമ്മ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് തികാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് ഉമ്മ. ആ ഉമ്മ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരിഞ്ചെടികൾക്കും കരിയാപ്പലുകൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത മഹിളയുടെ പേരാണ് ഉമ്മ. ആ ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയാണ് ഉമ്മ. ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി ഏറ്റവും ഒടുവിൽ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ. ആ ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞ് പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, ഉമ്മയില്ലാത്ത വീട് വീടെയല്ല, അമ്മയില്ലാത്ത വീട് വീടെയല്ല. ജീവിച്ചിരിക്കുമ്പം ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹവും സൗഹൃദങ്ങളും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. പ്രത്യേകിച്ച് സഹോദരിമാരെ, നിങ്ങളുടെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. പ്രശസ്ത ഗ്രീക്ക് തത്വജ്ഞൻ ഒത്യാസ് എഴുതി വെച്ചിരിക്കുന്ന മഹത്തരമായ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്ലയോ നാരി, അല്ലയോ സ്ത്രീയെ, നീ ഇന്ന് ജീവിക്കുന്ന നിൻ്റെ ഭർതൃഗൃഹത്തിലാണ്. ഒരുപക്ഷെ നിനക്ക് ജന്മം നൽകിയ നിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒരു തുള്ളി ജലം കൊടുക്കാൻ പോലും അവസരം ഞാൻ നിനക്ക് തരില്ല. അന്ത്യനാളുകളിൽ നീ അവരെടുത്ത് പോയി അവരോട് കുശലം പറഞ്ഞ് ഒരുപക്ഷെ ആശുപത്രിയിൽ അവരെ കണ്ട് തിരികെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവരുടെ ജീവൻ ഞാൻ കവർന്നെടുക്കും. മരണവാർത്തയായിരിക്കും നീ അറിയുക. അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ മാത്രമായിരിക്കും ഞാൻ നിനക്ക് അവസരം നൽകുക. അവിടെ എത്തുന്ന സമയത്ത് ചേതനേറ്റ് കിടക്കുന്ന നിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് മറ്റൊരു സ്ത്രീക്കായിരിക്കും ഞാൻ മുൻഗണന കൊടുക്കുക. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊരു സ്ത്രീ ആയിരിക്കും അന്ത്യനാളുകളിൽ അവർക്ക് ഒരു തുള്ളി ജലം കൊടുക്കുക. അതിന് നിനക്ക് ഞാൻ അവസരം നൽകുകയില്ല. നിനക്ക് അവസരം തന്നിരിക്കുന്നത് നീ ഇപ്പോൾ ആയിരിക്കുന്ന നിൻ്റെ ഭർതൃഗൃഹത്തിൽ വിയർപ്പ് കൊണ്ട് അപ്പം ചുട്ട് തരുന്ന നിൻ്റെ ഭർത്താവിനെ നൊന്ത് പ്രസവിച്ച ആ മാതാപിതാക്കൾക്ക് വേല ചെയ്യാനാണ് ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് കുറവും കുറ്റവുമില്ലാതെ ചെയ്യുന്നവളാണെങ്കിൽ മാത്രമാണ് നിനക്ക് ഞാൻ ഭാര്യ എന്ന പദവി അലങ്കരിച്ച് തരിക. അങ്ങനെയെങ്കിൽ മാത്രമാണ് സ്വർഗീയ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്ന് ഏർപ്പെടുത്തി തരിക. അല്ലെങ്കിൽ നീ വെറും ഒരു സ്ത്രീയും പരദൂഷണക്കാരി എന്ന് ഞാൻ നിന്നെ വിശേഷിക്കപ്പെടട്ടെ.
ഓരോരുത്തരും ചിന്തിക്കുക, പ്രബുദ്ധ കേരളം സംസ്കാര സമ്പന്നരാണ്, മാതാപിതാക്കൾ അമ്മായിമ്മ പോലും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതാണ് ഇന്നിൻ്റെ സത്യം. 60-70 വാർദ്ധക്യമുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വീകരിക്കാൻ പറ്റുന്നവൾ ആരോ അവളുടെ പേരാണ് ഉത്തമ ഭാര്യ. ഈ ചെറിയ ഒരു സംസാരം ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ മുന്നിരുത്തി നിങ്ങൾ പുറകിലിരുന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഈ നാട്ടിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ മഹത്തരമായ ചടങ്ങ് എന്നും ഹൃദയത്തിൽ ഓർക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ മറന്നു പോകില്ല, എന്നും ആ സ്നേഹത്തോടെ തന്നെ ഓർക്കും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിയിൽ ഷാനവാസ് സാറ്, അദ്ദേഹം കുറേ പക്ഷേ ഞങ്ങളെ വിളിച്ചിരുന്നു, അദ്ദേഹം ഈ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട്, അഡ്വക്കേറ്റ്. അതേപോലെ മറ്റ് ഈ മഹലിൻ്റെ മുഴുവൻ സാരഥികൾ, പ്രിയപ്പെട്ട ഷാഹും തെങ്ങിന്തറയിൽ അടങ്ങുന്ന മുഴുവൻ മുൻനിരക്കാരെ, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന ആ കുഞ്ഞുമക്കൾ, ആ പഠനത്തിൽ മികവ് പുലർത്തിയ മക്കൾക്കും, അതുപോലെ അവരെ നയിച്ച മാതാപിതാക്കൾക്കും, അതിൽ ശബ്ദം നൽകിയവർ, ഞങ്ങൾ ഇത്രയും നേരം കേട്ടവർ ഒക്കെ ഞങ്ങളുടെ സ്നേഹം. ഫേസ്ബുക്കിൽ പേജുണ്ട് ഫിലിപ്പ് അമ്പാട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫിലിപ്പ് അമ്പാട്. മകേഷ് ചിത്രണം കാണണം, ലൈക്കും സപ്പോർട്ടും തരണം. വേറൊന്നുമല്ല, മുഖ്യധാരയിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷമായി മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഈ യാത്രയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. കാരണം യാത്ര കുറേ ദൂരമാണ്. ആ ദൂരം ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ അവിടെ 9 പ്രോഗ്രാം ആ സത്യത്തിൽ ക്യാൻസൽ ചെയ്ത് 9 പ്രോഗ്രാം. കാരണം ഈ പരിപാടി ഷാനവാസ് സാറ് പറഞ്ഞത് കുറേ നാളുകൾക്ക് മുമ്പാണ്. അന്ന് 15-ാം തീയതി ഏറ്റുപോയി. പക്ഷേ ഓഗസ്റ്റ് 15 അത് അത്ര പേർ കടന്ന് ചിന്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷനും പരിസരത്തും സ്കൂളും കോളേജുകളിലും പഠിച്ച സ്ഥലങ്ങളിലെല്ലാം കോളുകളും വീട്ടിൽ വന്ന് ക്ഷണവും വീട്ടിൽ അമ്മയെടുത്ത് വന്നിട്ട് അവിടെ 2 മണിക്കൂർ ഇരുന്ന കാര്യം മഹേഷ് അടുത്ത് വന്ന കഥകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് ദൈവം ഒരുപക്ഷെ നിങ്ങളുടെ ഈ മനോഹരമായ നമ്മളെ ഇവിടെ ഈ ദേശത്തേക്ക് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് ഈ പരിപാടി പങ്കെടുക്കാനായിരിക്കും ജഗദീശ്വരൻ ഞങ്ങളെ അനുമതി നൽകിയത്. അതായിരിക്കാം നമ്മൾ കണ്ടത് കേട്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശയങ്ങളും സങ്കടങ്ങളും ആവലാതികളും ഫിലിപ്പ് അമ്പാടുന്ന ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് പങ്കുവയ്ക്കപ്പെടാം. ഒരു കാര്യം കൂടെ പറയാം, നിങ്ങളുടെ അയൽപക്കത്തോ ദേശത്തോ എവിടെയെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദന അനുഭവിക്കുന്നുണ്ട്, ഒരു സാമ്പത്തിക ചെലവുമില്ലാതെ ഞങ്ങൾ അവരെ സംരക്ഷിച്ചുകൊള്ളാം. അവരെ ഒരു പേര് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും കുട്ടികൾക്ക് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ടതൊക്കെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും പല സംവിധാനം ഞങ്ങളുടെ അടുത്തുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ഈ സദസ്സിൽ ഇത്രയും നേരം സംസാരിക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി